എല്ലാ എൻ്റെ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനുലാൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിസിബിൾ മീഡിയ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അത് എന്താണെന്നല്ലേ, ഗീക്ക് എയർ എന്ന കമ്പനിയുടെ ഒരു USB റീചാർജബിൾ പോർട്ടബിൾ ഫാനാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. ഇത് ഒരു 2600 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫാനാണ്, ഒരു മിനി ഫാനാണ്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫാനാണ്. ഇത് നാം യാത്ര പോകുമ്പോൾ നമ്മുടെ ബാഗിലും ഒക്കെ ഇട്ടുകൊണ്ട് പോയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഫാനായിട്ടും അതുപോലെ നമുക്കൊരു പവർ ബാങ്കായിട്ടും ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിൽ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൻ്റെ ഈ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ നടക്കുന്ന ഈ സമയത്ത് തന്നെ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. ഇത് വിലക്കുറവിലാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയാതെ തന്നെ നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിനി ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പാക്കറ്റിനകത്ത് നിന്ന് അൺബോക്സ് ചെയ്ത് പുറത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ഗീക്ക് എയർ, അതാണ് ഈ കമ്പനിയുടെ പേര്. ഇതാണ് നമ്മുടെ ഫാനിൻ്റെ ചിത്രം. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു, കണ്ടില്ലേ? ഔട്ട്ഡോർ, ഇൻഡോർ, വർക്ക്, റിലാക്സ്, ആ ഒരു അവസരങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിത്രങ്ങൾ സഹിതം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ഫാനിൻ്റെ ആ ഒരു ഹാർഡ്വെയർ സ്പെക്സ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. പവർ ബട്ടൺ, സ്പീഡ് ഇൻഡിക്കേറ്റർ ലൈറ്റ്, പവർ ഇൻഡിക്കേറ്റർ ലൈറ്റ്, അങ്ങനെ പവർ ബാങ്ക്, കണ്ടോ? മൈക്രോ USB ചാർജിങ് പോർട്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫാൻ പുറത്തെടുത്ത് നോക്കാം. ഇതിൻ്റെ ഒരു ഗീക്ക് എയർ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇവിടെ നമുക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ കാണാം. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന മോഡൽ നമ്പർ, അതുപോലെ സ്പീഡ് മോഡ്, ഇൻപുട്ട്, ബാറ്ററി സ്പെസിഫിക്കേഷൻ, ഇതെല്ലാം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഫീച്ചേഴ്സ്, ഹൗ ടു യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫാന്. ഇത് പല പീസായിട്ടാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഫാന് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു പവർ ബാങ്കാണ്. കണ്ടില്ലേ? ഗീക്ക് എയർ എന്നുള്ള അവരുടെ ആ ഒരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ ചാർജിങ് ഡോക്കാണ്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് ഡോക്ക്. പിന്നെ വരുന്നത് ഒരു USB ചാർജിങ് കേബിളാണ്. കണ്ടില്ലേ? ഈ ഒരു ചാർജിങ് കേബിളാണ് പിന്നീട് നമുക്ക് ഇതിനോടൊപ്പം കാണാനായിട്ട് കഴിയുന്നത്. പിന്നീട് കാണുന്നതായി ഈ ഒരു നമുക്ക് തൂക്കിയൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഉള്ള ഒരു സാധനമാണ്. ഇത്രയുമാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത്. ബോക്സ് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫാനിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഈ ഒരു ഫാൻ നമുക്ക് ഇത് നോക്കിയാൽ അറിയാനായിട്ട് കഴിയും. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. ഇതിൽ 6 ബ്ലേഡുകളുണ്ട്, 6 ലീഫുകൾ. ഒരു വലിയ ലീഫും ഒരു ചെറിയ ലീഫ്, വീണ്ടും വലിയ ലീഫ്, ചെറിയ ലീഫ്, അങ്ങനെയാണ് ഇത് വരുന്നത്. ഈ ഒരു ഫാൻ നമുക്ക് ഈ ഒരു പവർ ബാങ്കിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള പോർഷനാണിത്. ഈ ഒരു പോർഷൻ മെല്ലെ ഞാൻ ഈ പവർ ബാങ്കിലേക്ക് ഇപ്പോൾ കണക്ട് ചെയ്യുകയാണ്. നമുക്കത് കണക്ട് ചെയ്യാം. കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. മെല്ലെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് കണക്റ്റായി കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടിഭാഗം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പോർട്ടുണ്ട്. ഈ ചാർജിങ് ഡോക്കിനകത്തേക്ക് നമ്മൾ നോക്കിയാലും നമുക്ക് അവിടെയും ഒരു USB പിൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഭാഗത്തെ ഈ ഒരു ചെറിയ പോർട്ട്, USB പോർട്ട്, ഈ ഡോക്കിനകത്തുള്ള ആ ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്യുകയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മെല്ലെ നമ്മളിങ്ങനെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ അത് ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഫാനിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഗീക്ക് എയർ എന്ന അവരുടെ ബ്രാൻഡിങ് അവർ കൊടുത്തിരിക്കുകയാണ്. ഈ ഫാന് നോക്കിയിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കിത് ചാർജ് ചെയ്ത് കൊണ്ടുപോയാൽ മതിയാകും. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു ഉപകരണം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉഷ്ണം അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് മെല്ലെ ഓൺ ചെയ്ത് നമുക്ക് ആ ഉഷ്ണം അകറ്റാനായിട്ട് കഴിയുന്നതാണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇതാണ് ഈ ഒരു ഫാനിൻ്റെ പവർ ഓൺ ഓഫ് ബട്ടൺ.
ഇവിടെ അതിന് തൊട്ട് താഴെയായിട്ട് ഒരു 3-4 ഡോട്ട്സ് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ ചാർജ് എത്രത്തോളം നിലനിൽക്കുന്നു എന്ന് കാണത്തക്കവണ്ണം ലൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റാണ്, വൈറ്റ് ലൈറ്റാണ്. ഈ ഒരു ലൈറ്റ് ഫുൾ ചാർജ് ആകുമ്പോൾ ഇത് ഫുള്ളും കത്തിക്കിടക്കും. ഫാൻ പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചാർജിങ് ഡോക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് USB പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇവർ തന്നിരിക്കുന്ന ആ ചാർജിങ് കേബിൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് അതിൻ്റെ മറ്റേ അറ്റം ഏതെങ്കിലും നമ്മുടെ മൊബൈലിൻ്റെ ചാർജിങ് അഡാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് അത് പ്ലഗ് പോയിൻറ്റിൽ കുത്തി നമുക്ക് ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. ഇത് 5 സ്പീഡ് സെറ്റിംഗ് ആണ് ഈ ഒരു ഫാനിലുള്ളത്. അതായത് നമ്മുടെ സാധാരണ ഫാനിൽ നമ്മൾ റെഗുലേറ്റർ 1, 2, 3, 4, 5 എന്ന് തിരിക്കുമല്ലോ, അതുപോലെ 5 സ്പീഡ് സെറ്റിംഗ് ആണ് ഈ ഒരു ഫാനിലുള്ളത്. ഈ പവർ ബട്ടൺ നമ്മൾ ആദ്യം ഒന്ന് ലോങ് പ്രസ് ചെയ്യുമ്പോൾ അത് ഓണായി കിട്ടും. അപ്പോൾ അത് ഫസ്റ്റ് സ്പീഡ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. പിന്നീട് നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സ്പീഡിലേക്ക് അല്പം കൂടി സ്പീഡ് കൂടും. മൂന്നാമതൊന്നുകൂടി ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സ്പീഡിലേക്ക് മാറും. അതുപോലെ 4ഉം 5ഉം സ്പീഡിലേക്ക് നമുക്ക് ഇത് സ്പീഡ് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും. 5ാമത്തെ ഒക്കെ സ്പീഡ് വരുമ്പോൾ വളരെ ഹൈ സ്പീഡായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫാൻ നമ്മുടെ ബാഗിലോ മറ്റെന്തെങ്കിലും വസ്തുവിലോ ക്യാരി ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഉഷ്ണം അകറ്റാനും അതുപോലെ മറ്റൊരു ഉപയോഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പവർ ബാങ്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതുമാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫാൻ മെല്ലെ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഈ ഫാൻ ഓണായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പോർഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഒരു നീല ലൈറ്റ് LED ലൈറ്റ് കത്തിയിരിക്കുന്നതായിട്ട് കാണാം. അതിന് താഴെ ആ ഡോട്ട്സ് കണ്ടോ, അതിൽ ഇപ്പോൾ 4 ഡോട്ടാണുള്ളത്. അതിൽ 3 എണ്ണം കത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒരു അല്പം ചാർജ് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഓൺ ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 1ാമത്തെ സ്പീഡിലാണ്. ഇനി ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ 2ാമത്തെ സ്പീഡിലേക്ക് മാറും. അതുപോലെ 3, 4, 5 തവണ പ്രസ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2, 3, 4, 5. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സ്പീഡ് ചേഞ്ച് ആയതിൻ്റെ ആ ഒരു ശബ്ദം മാറിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് ഓഫാക്കുകയാണ്. ഇത് പവർ ബാങ്കായിട്ട് നമുക്ക് ഈ ചാർജിങ് ഡോക്കിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഈ ഫാനും മെല്ലെ ഊരി മാറ്റിയാൽ ഇതൊരു പവർ ബാങ്കായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മളിത് ചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ചാർജിങ് ഡോക്കിലേക്ക് ഇത് ഫിക്സ് ചെയ്താൽ മതിയാകും. അല്ലാത്ത സമയം നമുക്കിതിങ്ങനെ ഊരി മാറ്റി ടേബിളിൻ്റെ പുറത്ത് വെച്ച്, ടേബിളല്ല ഇനി ഏത് പ്രതലത്തിലാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ച് നമുക്ക് കാറ്റ് കൊള്ളാവുന്നതാണ്. ഇത് ഇവർ ഈ ബോക്സിൽ ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത് 3 മണിക്കൂർ, അതായത് ഹൈ സ്പീഡിലാണെങ്കിൽ 3 മണിക്കൂർ ഇത് നിൽക്കും. അതുപോലെ ലോ സ്പീഡിലാണെങ്കിൽ ഒരു ഏകദേശം 9 മണിക്കൂറോളം ഇത് പ്രവർത്തിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ഇവരുടെ ഈ അവകാശവാദമൊക്കെ ശരിയാണോ ഇല്ലയോ എന്ന്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തലമുടി ഉണക്കാനായിട്ടും ഉപയോഗിക്കാം, ഒരു ഹീറ്ററിന് പകരമായിട്ട്. അതായത് കുളിച്ചിട്ട് തലമുടി തോർത്തി ഉണക്കാനായിട്ട് ഈ ഒരു ഫാനിൻ്റെ സഹായം അവർക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടമായെങ്കിൽ ഞാൻ പതിവായി പറയാറുള്ളത് പോലെ നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെ ആയാലും ആ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തി എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അത്തരം പ്രോത്സാഹനമാണ് തുടർന്നും ഇത്തരം പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുവാൻ എനിക്ക് പ്രചോദനമായി തീരുക. അതുപോലെ മറ്റൊന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതല്ല നിങ്ങൾ ഇത് ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ വിസിബിൾ മീഡിയ എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുവാനായി താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ആമസോൺ പർച്ചേസിംഗ് ലിങ്ക് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെയും നന്ദി, നമസ്കാരം.